إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ചിരിക്കുന്നത് അല്ലാഹുവിൻ്റെ അടിമകളായിട്ടാണ്. അടിമകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. ചില ബാധ്യതകൾ അല്ലാഹു നമ്മെ ഏൽപ്പിച്ചു. ഈ കാര്യങ്ങൾ നിങ്ങൾ നിർവഹിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ ഭൂമിയിൽ ജീവിച്ചതിന് ശേഷം നാം ഓരോരുത്തരും അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടവരാണ്. നമുക്ക് അല്ലാഹുവിൻ്റെ മുമ്പിൽ ചില ചോദ്യങ്ങൾ നേരിടാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിചാരണക്കെടുക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ശരി, ഇങ്ങനെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഈ ജീവിതത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വഴികാട്ടി എന്താണ്? എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയിൽ വിജയിക്കേണ്ട ദിവസം നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അതാണ്. റബ്ബിൻ്റെ മുമ്പിൽ എനിക്ക് വിജയിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തുർജുമാൻ. യാതൊരു ആളുകളും മധ്യസ്ഥരില്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരോടും ചോദ്യം ചെയ്യുന്ന ഒരു ദിവസം നമുക്കിതാ വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ആ ദിവസത്തേക്ക് തയ്യാറെടുക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു. അത്തരത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ഈ ഖുർആൻ അല്ലാഹു നമുക്കിടയിലേക്ക് അവതരിപ്പിക്കുകയും മനുഷ്യരെങ്ങനെയാണ് ജീവിക്കേണ്ടത്, നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ നമുക്ക് വിജയം വേണമെങ്കിൽ എങ്ങനെ നിങ്ങൾ ജീവിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു നൽകുകയും ചെയ്തു. എന്താണ് ഈ ഖുർആനിന്റെ ഉദ്ദേശം? നാം ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ അലമാറകളിലേക്ക് നോക്കിയാൽ പരിശുദ്ധ ഖുർആനിന്റെ കോപ്പികൾ കാണാം. മസാജിദുകളിൽ ധാരാളക്കണക്കിന് ഖുർആനുകൾ കാണാം. എന്നാൽ ഈ ഖുർആൻ, ഇതിനോട് നമ്മുടെ ബന്ധം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രാഇന്റെ ആയാത്തുകളിൽ ഈ ഖുർആൻ എന്തിന് അവതരിപ്പിച്ചു എന്ന് മനുഷ്യർക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, നാം ഓരോരുത്തരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ ഖുർആൻ നിനക്ക് ലഭിച്ചത് എന്തിനാണ്? ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഏറ്റവും ശരിയായ മാർഗത്തിൽ നിന്നെ വഴി കാണിക്കാൻ. നീ ജീവിക്കുന്ന നിന്റെ ചുറ്റുപാടിൽ ധാരാളക്കണക്കിന് വഴികേടുകൾ കാണാം, ധാരാളക്കണക്കിന് അനാചാരങ്ങൾ കാണാം, അനേകം തിന്മകൾ നിനക്ക് കാണാം. ഇതിനിടയിൽ സത്യം മനസ്സിലാക്കാൻ, സത്യത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കാൻ നിന്നെ സഹായിക്കുന്നത് പരിശുദ്ധ ഖുർആനാണെന്ന് സൂറത്തുൽ ഇസ്രായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ, മുസ്ലിമീങ്ങളായ ആളുകൾ, അല്ലാഹുവിന്റെ ഇബാദുകൾ, പ്രിയപ്പെട്ടവരെ, ഒരു വേള നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഖുർആൻ ഇന്ന് വരെ ഞാൻ മുസ്ലിമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞ ഈ വർഷത്തോളം, 20 വർഷം, 30 വർഷം, അല്ലെങ്കിൽ 40 വർഷം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾക്ക് റബ്ബ് നൽകിയിരിക്കുന്ന ആയുസ് അനുസരിച്ച് പ്രിയപ്പെട്ടവരെ, ഇത്രയും വർഷക്കാലം ഈ പരിശുദ്ധ ഖുർആൻ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റം എന്താണ് എന്നുള്ളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്ത് മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ ഖുർആൻ ഉണ്ടാക്കിയത്? ഒരു വിഭാഗം ജനങ്ങൾ വളരെ മോശപ്പെട്ട ജീവിതം നയിച്ച, കള്ളിനും മദ്യത്തിനും സ്ത്രീകൾക്കും അടിമയായി ജീവിച്ച ഒരു വിഭാഗം വൃത്തികെട്ട ജനങ്ങളെ പരിശുദ്ധ ഖുർആൻ സംസ്കരിച്ചെടുത്ത കഥ നമുക്കറിയാം. അവരുടെ പേരുകൾ നാം ഇന്ന് കേൾക്കുമ്പോൾ ഇതാ റളിയല്ലാഹു അൻഹും എന്നവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം എന്താണ്? ഈ ഖുർആനിനോട് ചില ബാധ്യതകളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്.
ഏതൊക്കെ ബാധ്യതകളാണ് പ്രിയപ്പെട്ടവരെ ഈ ഖുർആനുമായി നമുക്ക് ഇന്നേ വരെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്? ഏതാനും ചില കാര്യങ്ങൾ മാത്രം എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഈ ഖുർആനിനോട് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണ്? ഈ ഖുർആനിനോടുള്ള നമ്മുടെ ബാധ്യതകൾ. കേവല മുസ്ലിമാണെന്ന് പറഞ്ഞ്, ഖുർആനിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞ് ജീവിച്ചു മരിച്ചു പോകേണ്ടവരല്ല നമ്മൾ. നമ്മുടെ മുന്നിൽ ഉത്തമമായ ലക്ഷ്യങ്ങളുണ്ട്, നമ്മുടെ മുന്നിൽ വ്യക്തമായ ചില ബോധങ്ങളുണ്ട്. അതിനനുസരിച്ച് വേണം നാം ജീവിക്കാൻ. ഒന്നാമത്തെ വിഷയം, പരിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. നമ്മുടെ അഖീദ എന്താണ് ഖുർആനിന്റെ വിഷയത്തിൽ? ഇത് അള്ളാഹുവിന്റെ കലാമാണ്. സൂറത്തു തൗബയിൽ അള്ളാഹു പറഞ്ഞതുപോലെ, വഇൻ അഹദുൻ മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅജിർഹു ഹത്താ യസ്മഅ കലാം അല്ലാഹ്. പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുശ്രികീങ്ങൾ താങ്കളുടെ അരികിലേക്ക് വന്ന് അഭയം തേടിയാൽ അള്ളാഹുവിന്റെ കലാം നീ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശം നൽകുകയാണ്. അള്ളാഹുവിന്റെ കലാമാണ് പരിശുദ്ധമായ ഖുർആൻ. ലോകത്ത് നാം ഇന്ന് കാണുന്ന മറ്റേത് ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാലും, ഏതേത് ചരിത്ര പുസ്തകങ്ങളാണെങ്കിലും, ഏതേത് കഥയുടെ ചരിത്രങ്ങളാണെങ്കിലും, അതുപോലെ ഏതെങ്കിലും ഒരു സൃഷ്ടി രചിച്ചിരിക്കുന്നതല്ല പരിശുദ്ധ ഖുർആൻ. എന്നെയും നിന്നെയും പടച്ച, എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കലാം, അള്ളാഹുവിന്റെ കലാം, നിനക്ക് വെള്ളം നൽകുന്ന, നിനക്ക് വായു നൽകുന്ന, നിനക്ക് എത്ര അനുഗ്രഹങ്ങളുണ്ട് എന്ന് നിനക്ക് പോലും അറിയാതെ അള്ളാഹു നിനക്ക് നൽകി. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കലാമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. നിസാരമായ ഒരു കാര്യമല്ല. നിന്നെ പടച്ച റബ്ബ്, ഈ ഭൂമിയെ സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബിന്റെ സംസാരം ഇതാ നമ്മുടെ വീടുകളിൽ, അലമാറകളിൽ പൊടി പിടിച്ച് കിടക്കുകയാണ്. എത്രയോ ആളുകൾ എത്ര ദിവസമായി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ട്. എന്റെ സംസാരം കേൾക്കുന്ന സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഈ ഖുർആനിനോട് ഈ ആദരവ് കാണിക്കാൻ നമുക്ക് ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഇത് അള്ളാഹുവിന്റെ കലാമാണ്, റബ്ബിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ കലാം. ഖിവാമുസ് സുന്ന അൽ അസ്ബഹാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഹുജ്ജയിൽ പറഞ്ഞതുപോലെ, അള്ളാഹുവിന്റെ സംസാരം, അള്ളാഹു സംസാരിച്ച വാക്കുകൾ, ഈ ഖുർആൻ നിങ്ങളൊന്ന് തുറന്നു നോക്കിയാൽ അതിൽ കാണുന്ന ആയാത്തുകൾ അത് അള്ളാഹുവിന്റെ വാക്കാണ്, റബ്ബിന്റെ സംസാരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കേട്ടു, ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അതിനുശേഷം താബിഈങ്ങൾ, പിന്നീട് അത്ബാഉ താബിഈങ്ങൾ എന്നീ പരമ്പരയിൽ അള്ളാഹുവിന്റെ സംസാരം, നിന്നെ പടച്ച നിന്റെ റബ്ബിന്റെ സംസാരം. അവസാനം നീ ഏതൊരു റബ്ബിലേക്കാണോ മടങ്ങേണ്ടത്, നിനക്ക് സ്വർഗം നൽകണമോ അതല്ല കാലാകാലം നിന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കണമോ എന്ന് തീരുമാനിക്കുന്ന നിന്റെ റബ്ബ്, അവന്റെ സംസാരമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ. വിഷയം നിസാരമല്ല. ഖുർആനിനോടുള്ള അവഗണന എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ അവസാന നാളിൽ പരിശുദ്ധ ഖുർആൻ വന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ പറയും, അള്ളാഹുവേ, ഇവരെന്നെ ഒഴിവാക്കിയവരാണ്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ എങ്ങാനും നമുക്കെതിരിൽ സാക്ഷി നിന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് അള്ളാഹുവിന്റെ കലാമാണെന്ന ബോധ്യം പ്രിയപ്പെട്ടവരെ എന്നും നമ്മുടെ മനസ്സിലുണ്ടാകണം. അഹ്ലുസുന്നയുടെ അഖീദയുടെ ഭാഗമാണ് ഖുർആൻ, അള്ളാഹുവിന്റെ സംസാരമാണ്. അള്ളാഹുവിന്റെ സംസാരം എന്ന് പറയുമ്പോൾ നമ്മുടെ അഖീദയുടെ മറ്റൊരു ഭാഗം, റബ്ബിന്റെ സംസാരത്തിന് ശബ്ദമുണ്ട്. അള്ളാഹു സംസാരിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം കേട്ടതാണ്. അള്ളാഹുവിന്റെ സംസാരത്തിന് അക്ഷരങ്ങളുണ്ട്, അള്ളാഹുവിന്റെ സംസാരത്തിന് അക്ഷരവും ശബ്ദവുമുണ്ട് എന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ അഖീദ എന്ന് ഖൽഖു അഫ്ആലുൽ ഇബാദിൽ ഇമാമുൽ ബുഖാരി റഹിമഹുല്ലാഹ് വിശദീകരിച്ചതായി കാണാം. അൽ ഇമാമു സിദ്സി സബീദിലേക്ക് എഴുതിയിരിക്കുന്ന കത്തിലും ഈ കാര്യം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അഹ്ലുസുന്നയുടെ വക്താക്കൾ, പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ വിഷയത്തിൽ നമ്മുടെ അഖീദ ഇതാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇത് ഊന്നൽ നൽകി പറയുന്നത്? നമ്മുടെ നാട്ടിലുള്ള പല ബിദ്അത്തിന്റെ ആളുകളും അള്ളാഹുവിന്റെ സംസാരത്തെ മോശമായി ദുർവ്യാഖ്യാനിക്കുന്നവരാണ്. പലരും ഇത് അള്ളാഹുവിന്റെ കലാമാണ് എന്ന് അഹ്ലുസുന്ന വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഖുർആനിന്റെ വിഷയത്തിൽ നമ്മുടെ ഒന്നാമത്തെ ബാധ്യത ഇത് അള്ളാഹുവിന്റെ കലാമാണെന്ന് നാം ഓരോരുത്തരും വിശ്വസിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ ഖുർആനിനോടുള്ള നമ്മുടെ രണ്ടാമത്തെ ബാധ്യത ഖുർആൻ പാരായണമാണ്. പരിശുദ്ധ ഖുർആൻ നാം പാരായണം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിറിൽ പറയുന്നതായി കാണാം, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ ഓതുന്നവർ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ് സ്വലാഹ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. രാവിലെയും രാത്രിയിലും നിസ്കരിക്കുന്നവർ,
അതുപോലെ തന്നെ സകാത്ത് നിർവഹിക്കുന്നവർ, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുന്നവർ, അവരെ കാത്തിരിക്കുന്നത് ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഖുർആൻ പാരായണം ചെയ്യുന്നവർ അവരൊരിക്കലും ഖേദിക്കേണ്ടി വരികയില്ല. ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുന്നവർ അവർക്കൊരിക്കലും ഖേദിക്കേണ്ടി വരികയില്ല. നാളെ റബ്ബിന്റെ മുന്നിലെത്തിയാൽ അവർ ഈ ദുനിയാവിൽ ഖുർആൻ പാരായണം ചെയ്തത് ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നാം ഇന്ന് ഈ ജീവിതത്തിൽ ചില കച്ചവടങ്ങൾ തുടങ്ങാൻ ധാരാളം സമ്പാദ്യങ്ങൾ ചെലവഴിക്കാറുണ്ട്, അതിനുവേണ്ടി യാത്രകൾ നടത്താറുണ്ട്. പക്ഷെ നമുക്കറിയില്ല ഈ കച്ചവടം നമുക്ക് ലാഭമാണോ അതല്ല നഷ്ടമാണോ ഉണ്ടാക്കി തരിക എന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആനുമായുള്ള നിന്റെ ബന്ധം ഒരിക്കലും നഷ്ടം വരാത്തതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആന്റെ പാരായണം അത് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. അതാണ് ഏറ്റവും നല്ല അദ്കാർ എന്ന്, അതാണ് ഏറ്റവും നല്ല ദിക്ർ. ഒരു മുഅ്മിൻ ചെയ്യുന്ന അദ്കാറുകളിൽ ഏറ്റവും അഫ്ളലായത് പരിശുദ്ധ ഖുർആൻ പാരായണമാണ് എന്ന് ഹാഫിദ് അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തിബ്യാനിലും ഇബ്നുൽ ഖയ്യിം അൽ-വാബിലുസ് സയ്യിബിലും പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല ദിക്റായ പരിശുദ്ധ ഖുർആൻ അതോതാൻ പ്രിയപ്പെട്ടവരെ നാം ഒരു സമയം കണ്ടെത്തണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, ഈ ഖുർആൻ ഓതിയാലുള്ള നമ്മുടെ പ്രതിഫലം എന്താണ്? കേവലം ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെയാണോ? അല്ലാഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസന. ഈ കിതാബ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് ആരെങ്കിലും പാരായണം ചെയ്താൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹസന നൽകുന്നതാണ്, ഒരു പ്രതിഫലം. ഒരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നന്മ എന്ന് പറഞ്ഞാൽ അതിന് അല്ലാഹുവിന്റെ അരികിൽ പ്രതിഫലമായി ലഭിക്കുക എത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ. ഒരു വാക്ക് നീ പറഞ്ഞാൽ നിനക്ക് 10 ഇരട്ടി പ്രതിഫലം ലഭിക്കും. ഒരു വാക്ക് നീ പറഞ്ഞാൽ 10 ഇരട്ടി പ്രതിഫലം നിനക്ക് ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്. അലിഫ് ലാം മീം എന്ന് നീ ഓതിയാൽ അതൊരു വാക്കല്ല, മറിച്ച് അത് 3 വാക്കുകളാണ്. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അത് നീ പാരായണം ചെയ്താൽ 30ഓളം പ്രതിഫലമാണ് നിനക്ക് ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നു. എന്നിട്ടും എന്തേ ഈ ഖുർആൻ ഓതാൻ ഒരു സമയം മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കാത്തത്? എന്നിട്ടും എന്തേ പ്രിയപ്പെട്ടവരെ ഈ ഖുർആൻ ഓതാൻ ഒരു സമയം, അല്ലാഹുവിന്റെ കലാമ് വായിക്കാൻ, ഇത്രയേറെ പവിത്രതകളുള്ള, ഇത്രയേറെ പുണ്യം നമുക്ക് പഠിപ്പിക്കപ്പെട്ട ഈ കിതാബ് വായിക്കാൻ ഒരു സമയം എന്തുകൊണ്ടാണ് നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കാത്തത്? എത്രയേറെ സമയങ്ങൾ വാട്സപ്പിൽ മെസ്സേജുകൾ നോക്കിയും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസുകൾ കണ്ടും എത്രയേറെ സമയങ്ങളാണ് ഇന്നത്തെ ആളുകൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ റബ്ബിന്റെ കലാം, നിന്നെ സൃഷ്ടിച്ചിരിക്കുന്ന നിന്റെ റബ്ബിന്റെ കലാം, അത് വായിക്കാൻ ഒരു സമയം നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ വാസ്തവത്തിൽ ആ റബ്ബിനോടുള്ള നമ്മുടെ സ്നേഹം എത്രമാത്രം സത്യസന്ധമാണ് എന്നുള്ളത് നാം ഓരോരുത്തരും പരിശോധിക്കണം. പ്രിയപ്പെട്ടവരെ, കേവലം ഈ പ്രതിഫലത്തിന്റെ വിഷയം മാത്രമല്ല, അബൂ ഉമാമത്ത് അൽ-ബാഹിലി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇഖ്റഉൽ ഖുർആൻ, ജനങ്ങളെ നിങ്ങൾ ഖുർആൻ ഓതുക, ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബി. അവസാന നാളിൽ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് വേണ്ടി ശുപാർശകനായി പരിശുദ്ധ ഖുർആൻ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാന നാളിന്റെ ആ ഘട്ടങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി. നാം ഇന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ നാളെ റബ്ബിന്റെ മുന്നിലെത്തിയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ കാത്തിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. അന്നേ ദിവസം നമുക്ക് വേണ്ടി ശുപാർശകനായി പരിശുദ്ധ ഖുർആൻ വരണമെങ്കിൽ ഈ ഖുർആനുമായി നമുക്കൊരു ബന്ധം വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മരണത്തിൽ വിശ്വസിക്കുന്നവരെ, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമെന്ന് ഉറപ്പുള്ളവരെ, നിങ്ങൾക്ക് നാളെ ശുപാർശകനായി ആരോരുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ ഖുർആൻ എങ്ങാനും നിങ്ങൾക്ക് ശുപാർശകനായി അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് ചെയ്യാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആസ്വാദനം, നിങ്ങൾക്ക് ലഭിക്കുന്ന ആനന്ദം എത്രയാണ് എന്നുള്ളത് ചിന്തിച്ചു പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് സഹാബികൾ ഖുർആൻ പാരായണത്തിന് ജീവിതത്തിൽ വലിയ സ്ഥാനം നൽകിയത്. ഒരിക്കലതാ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹുമാ പ്രവാചകൻ അരികിൽ വന്നിട്ട് പറയുന്നു, പ്രവാചകരെ, എത്ര ദിവസത്തിലാണ് ഞാനൊരു ഖത്ം തീർക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ, ചിന്തിക്കുക, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ ചോദ്യം എന്താണ്? ആ സഹാബി വന്ന് ചോദിക്കുകയാണ്, പ്രവാചകരെ, എത്ര ദിവസത്തിലാണ് ഞാനൊരു ഖത്ം തീർക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാ, നീ 30 ദിവസത്തിൽ ഒരു തവണ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്യുക. 30 ദിവസത്തിൽ. പ്രവാചകന്റെ മറുപടി കേട്ട് ആ സഹാബി തിരിച്ചുപോയില്ല. അദ്ദേഹം പ്രവാചകനോട് തിരിച്ചു പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നി അജിദു ഖുവ്വ. എനിക്ക് 30 ദിവസത്തിന്റെ ആവശ്യമില്ല പ്രവാചകരെ, അതിനേക്കാളും എനിക്ക് ഓതണം, എനിക്ക് അത്രമാത്രം പോരാ.
എനിക്ക് ഇനിയും ഓതണം. പ്രിയപ്പെട്ടവരെ, നമ്മെ പോലെ മാംസവും മജ്ജയുമുള്ള സാധാരണ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി, അദ്ദേഹം പ്രവാചകനോട് പറയുന്നു, പ്രവാചകരെ 30 ദിവസം വേണ്ട, അതിനേക്കാളും പെട്ടെന്ന് എനിക്ക് ഖുർആൻ ഓതി തീർക്കണം. എന്തുകൊണ്ടാണ്? ആ സഹാബിക്ക് വേറൊരു ജോലിയുമില്ലാന്നിട്ടാണോ, വേറൊരു പണിയുമില്ലാന്നിട്ടാണോ? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുന്നവരാണ് അവർ. ആ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ 20 ദിവസത്തിൽ താങ്കൾ ഒരു ഖത്ം തീർക്കുക. ആ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്നി അജിദു ഖുവ, പ്രവാചകരെ 20 ദിവസം എനിക്ക് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, 7 ദിവസത്തിൽ താങ്കൾ ഒരു ഖത്ം തീർക്കുക. അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുന്നവർക്കറിയാം, മരണം വരെ അദ്ദേഹം അങ്ങനെ മുറുകെ പിടിച്ചിരുന്നു. ചില റിവായത്തുകളിൽ 3 ദിവസത്തിൽ അദ്ദേഹം ഖത്ം തീർക്കാറുണ്ട് എന്ന് കാണാം. അവരാണ് നമ്മുടെ മുൻഗാമികൾ, അവരാണ് നമ്മുടെ മാതൃകകൾ. അവരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, അവരുടെ മാർഗം നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾക്ക് വിജയിക്കാമെന്ന് പറഞ്ഞത് ഈ സഹാബത്തിനെ കുറിച്ചാണ്. നമുക്ക് ഖുർആനുമായിട്ടുള്ള ബന്ധം എന്താണ്? അവസാനമായി ഖത്ം തീർത്തത് ഓരോരുത്തരും അവരുടെ നഫ്സിനോട് ചോദിക്കുക, എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ അവസാനമായി നമുക്കൊരു ഖത്ം തീർക്കാൻ സാധിച്ചത്? പലരുടെയും മറുപടി കഴിഞ്ഞ റമദാനിൽ നിന്നായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നാളെ റബ്ബിന്റെ മുന്നിലെത്തിയാൽ നാം എന്ത് മറുപടിയാണ് അള്ളാഹുവിനോട് പറയുക? രണ്ടാമത്തെ ബാധ്യത ഖുർആനുമായി നമ്മുടെ ബാധ്യത ഖുർആൻ കേൾക്കുക എന്നുള്ളതാണ്. അള്ളാഹു പറയുന്നു സൂറത്തുൽ അറാഫിൽ, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. പരിശുദ്ധ ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കും. നമ്മൾ ഇങ്ങനെ അർത്ഥം വെച്ച് പോകുമ്പോൾ, ആയാത്തുകളും ഹദീസുകളൊക്കെ അർത്ഥം വെച്ച് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് സ്വാധീനം ചെലുത്താത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇങ്ങനെ പുറമെ അതിന്റെ അർത്ഥങ്ങൾ പറയും, ഹദീസിന്റെ അർത്ഥങ്ങൾ പറയും, ആയാത്തുകളുടെ അർത്ഥങ്ങൾ പറയും. അതിനെ ഒന്ന് വിശദീകരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അതിന് കാരണം, അല്ലെങ്കിൽ അതിനൊരു പ്രതിവിധി നീ നിന്റെ വീട്ടിൽ വെച്ച് ഖുർആൻ ഓതുക എന്നുള്ളതാണ്. നിന്റെ മക്കൾ നീ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എങ്കിൽ അതിന്റെ പ്രതിവിധി തേടി കൗൺസിലിങ്ങിന് പോകേണ്ട ആവശ്യമില്ല. നിന്റെ വീട്ടിൽ നീ ഖുർആൻ ഓതുക, ലഅല്ലകും തുർഹമൂൻ. നീ ഖുർആൻ ഓതിയാൽ നിനക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുമെന്ന് അള്ളാഹു പറയുന്നു. നിനക്ക് വീട്ടിൽ റഹ്മത്ത് വേണോ? ഖുർആൻ കേൾക്ക്. നിന്റെ വീട്ടിൽ ഖുർആൻ കേൾക്കുന്ന പതിവുണ്ടാക്ക്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഇഖ്റ അലയ്യൽ ഖുർആൻ. ഇബ്നു മസ്ഊദ്, താങ്കളൊന്ന് എനിക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചു തരണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അഖ്റഉ അലൈക വഅലൈക ഉൻസിൽ. ഈ ഖുർആൻ അല്ലാഹു നൽകിയത് താങ്കൾക്കല്ലേ, എന്തിനാണ് ഞാൻ താങ്കൾക്ക് ഓതി തരുന്നത്? അവിടുത്തെ മറുപടി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദ്യമായി സ്വർഗം തുറക്കപ്പെടുന്നത് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് നമുക്കറിയാം. ആ പ്രവാചകൻ ഇബ്നു മസ്ഊദിനോട് പറയുന്നു, ഇന്നി അഷ്തഹി മിൻ അസ്മഅഹു മിൻ ഗൈരി, ഇന്നി അഷ്തഹി മിൻ അൻ അസ്മഅഹു മിൻ ഗൈരി. ഇബ്നു മസ്ഊദ്, മറ്റുള്ളവർ ഖുർആൻ ഓതുന്നത് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, ഖുർആൻ എനിക്ക് കേൾക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ സൂറത്തുൻ നിസാഇന്റെ ആയാത്തുകൾ ഓതാൻ തുടങ്ങി. അങ്ങനെ ഓരോരോ ആയത്തായി ഓതി. ഇബ്നു മസ്ഊദിന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദ. പരലോകത്ത് മുൻകഴിഞ്ഞ സമുദായങ്ങളെ കൊണ്ടുവന്നാൽ അവർക്ക് സാക്ഷിയായി മുഹമ്മദി ഉമ്മത്തിനെ കൊണ്ടുവരുമെന്ന് ആയത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുഫ്, ഇബ്നു മസ്ഊദ് താങ്കൾ ഓത്ത് മതിയാക്കൂ എന്ന് പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, പരലോകത്തെ കുറിച്ചുള്ള ആയത്ത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്താൻ പറഞ്ഞു. ഞാൻ അവിടുത്തെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഫൈദാ ഐനാഹു തദ്രിഫാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയായിരുന്നു. ഖുർആനിന്റെ ആയാത്തുകൾ കേട്ട്, അല്ലാഹുവിന്റെ വചനങ്ങൾ കേട്ട് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരികയായിരുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു തവണയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഖുർആനിന്റെ ആയാത്തുകൾ കേട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നിട്ടുണ്ടോ? ഒരു തവണയെങ്കിലും അള്ളാഹുവിന്റെ കലാം വായിച്ച് നമുക്കൊന്ന് കരയാൻ, ഇതെന്റെ റബ്ബിന്റെ സംസാരമല്ലേ എന്ന് ചിന്തിച്ച് അതിന്റെ പരലോകത്തെ ഭയാനകത കേട്ട് നമ്മുടെ കണ്ണുനീർ ഒരു തവണയെങ്കിലും, പ്രിയപ്പെട്ടവരെ, ഒരു പൊടി കണ്ണുനീർ നമ്മുടെ കണ്ണിൽ നിന്ന് വന്നിട്ടുണ്ടോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയാണ്. ഇബ്നു ബത്താൽ റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാം, ഖുർആൻ കേൾക്കുന്നത് സുന്നത്താണെന്ന് പഠിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആവശ്യപ്പെട്ടത്. ലൈസ് ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, മർ റഹ്മതു ഇലാ അഹദിൻ ബിഅസ്റഅ മിൻഹാ ഇലാ മുസ്തമിഇൽ ഖുർആൻ. ഖുർആൻ കേൾക്കുന്നവർക്ക്
അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്ന വേഗതയിൽ മറ്റൊരു പ്രവർത്തനങ്ങൾക്കും അത് ലഭിക്കുകയില്ല എന്ന് ലൈസ് ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ പരിശുദ്ധ ഖുർആൻ ഓതുന്ന ഒരു പതിവ് നാം ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പരിശുദ്ധ ഖുർആൻ കേൾക്കുന്ന ഒരു പതിവ് നമ്മുടെ വീടുകളിൽ നാം ഉണ്ടാക്കിയെടുക്കുക. ഇന്നെന്താണ് പല ആളുകളുടെയും അവസ്ഥ, പല മുസ്ലിമീങ്ങളുടെയും അവസ്ഥ എന്താണ്? പ്രിയപ്പെട്ടവരെ, വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അള്ളാഹു നിഷിദ്ധമാക്കിയ മ്യൂസിക്കുകൾ കേൾക്കുന്നവർ, അവരുടെ വീടുകളിൽ മ്യൂസിക്കുകൾ കേൾക്കുന്നവർ, കോളേജുകളിലും മറ്റു പരിപാടികളിലും DJ പാർട്ടികൾ നടത്തുന്നവർ, റബ്ബ് സുബ്ഹാനഹു വ തആല വിലക്കിയത് കേൾക്കുന്നവർ, പരിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിന്റെ ആസ്വാദനം, അതിന്റെ ആനന്ദമെങ്ങാനും ഇക്കൂട്ടർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഖുർആൻ ഉപേക്ഷിച്ച് ഈ പറഞ്ഞ പൈശാചികമായ സംഗീതങ്ങളുടെ പിന്നാലെ അവർ പോകില്ലായിരുന്നു. അള്ളാഹുവിന്റെ കലാം നമ്മുടെ മുന്നിൽ വെച്ച് അതിനെ ഒഴിവാക്കി നമ്മുടെ വീടുകളിൽ അലമാറകളിൽ പരിശുദ്ധ ഖുർആനിനെ അവഗണിച്ചു വെച്ച് DJ പാർട്ടികൾക്ക് പോകുന്നവർ, ഹറാമായ മ്യൂസിക്കുകൾ കേൾക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ യുബഅസുൽ അബ്ദു അലാ മാ മാത അലൈഹി, ഒരു അടിമ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് നാളെ റബ്ബിന്റെ മുന്നിൽ വരിക എന്ന് പറയുമ്പോൾ ഖുർആനിനോട് സ്ഥാനം നൽകി അതിനെ ബഹുമാനിച്ചാണ് നാം ഓരോരുത്തരും മരിക്കുന്നതെങ്കിൽ നാളെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ ഈ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടാകും. എന്നാൽ നിന്റെ മനസ്സിലുള്ള സ്ഥാനം DJ പാർട്ടികൾക്കും മ്യൂസിക്കുകൾക്കുമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നിഷിദ്ധമാക്കിയ ഈ പറഞ്ഞ ഹറാമുകളുമായി നീ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ എന്ത് മറുപടിയായിരിക്കും നാം ഓരോരുത്തരും പറയുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ കലാം അതിനോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കുക. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹു പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് സൂറത്തുൽ അൻആമിൽ പറയുന്നു, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക് ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. ഈ കിതാബ്, പരിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതിന്റെ ലക്ഷ്യം എന്താണ്? നിങ്ങൾ അതിനെ പിൻപറ്റുക എന്നുള്ളതാണ്. ഖുർആനിനെ നിങ്ങൾ പിൻപറ്റണം. എങ്ങനെയാണ് നമുക്കതിനെ പിൻപറ്റാൻ സാധിക്കുക? അർത്ഥമറിയാതെ, അതിനെ പഠിക്കാതെ എങ്ങനെയാണ് നമുക്കതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ? അള്ളാഹു എന്താണ് നമ്മോട് പറയുന്നത് എന്നറിയാതെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്കതിനെ പിൻപറ്റാൻ സാധിക്കുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് ഒരു ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരു കത്ത് കൊടുത്തയച്ചു എന്ന് കരുതുക. നിങ്ങൾക്കതിന്റെ ഭാഷ അറിയില്ല, നിങ്ങൾക്കറിയാത്ത ഭാഷയിലാണ്. നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ സൗദി രാജാവ് നിങ്ങൾക്കൊരു കത്ത് കൊടുത്തയച്ചു, അതിന്റെ ഭാഷ നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും പ്രിയപ്പെട്ടവരെ എനിക്കിതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ ഒഴിവാക്കുമോ? ഇല്ല. അതിന്റെ അർത്ഥം അറിയുന്നവരോട് നമ്മൾ ചോദിക്കും, അതിനുള്ള മാർഗങ്ങൾ നാം ഉപയോഗിക്കും. എന്നാൽ റബ്ബിന്റെ സംസാരം നമ്മുടെ വീട്ടിലുണ്ടായിട്ട് അതിന്റെ അർത്ഥം നമ്മൾ പഠിക്കുന്നില്ല എങ്കിൽ, നാം സ്ഥിരമായി ഓതുന്ന സൂറത്തുകളുടെ ആശയങ്ങൾ നമുക്കറിയില്ല എങ്കിൽ, ഈ ഖുർആനിനെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ എത്രമാത്രം സത്യമാണ്! നമ്മുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം അത് റബ്ബിനറിയാം. ഖുർആനോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നത് കേവലം വാക്കുകളിലാവരുത്, അതിനെ പഠിക്കണം. അതായിരുന്നു സഹാബത്തിന്റെ മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ജനങ്ങളെ നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഇത് ഹദീസ് കേട്ട മഹാനായ അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ലാഹ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിൽ പഠിപ്പിക്കാൻ വേണ്ടിയിരുന്നു, ഖുർആൻ പഠിപ്പിക്കാൻ. കാരണം അദ്ദേഹം മനസ്സിലാക്കി, ഏറ്റവും നല്ലവർ ധാരാളം കച്ചവടം ചെയ്ത് പണമുണ്ടാക്കുന്നവരല്ല, ഭൂമിയിൽ മറ്റെന്തെങ്കിലും ചെയ്തു കൂട്ടുന്നവരല്ല, മറിച്ച് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. അദ്ദേഹം ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിരുന്നു. ഹജ്ജാജ് ബിൻ യൂസഫിന്റെ ഭരണകൂടം വരെ അദ്ദേഹം ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിരുന്നു. ഹാഫിദ് ഇബ്നു കസീർ ഫളായിലുൽ ഖുർആനിൽ പറയുന്നു, ഏകദേശം 70 വർഷത്തോളം അദ്ദേഹം ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിരുന്നു. 70 വർഷത്തോളം ഖുർആൻ പഠിപ്പിക്കാൻ അദ്ദേഹം മാറിയിരുന്നു. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് അദ്ദേഹം പറയാറുണ്ട്, വദാലികല്ലദി അഖഅദനി മഖഅദി ഹാദാ, ഞാൻ ഇങ്ങനെ ഇവിടെ 70 വർഷം ഇരിക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസാണ്. നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന ഹദീസ്. നമ്മുടെ അവസ്ഥ എന്താണ്? പ്രവാചകന്റെ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിലുള്ള സ്ഥാനം എന്താണ്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഒരു സമയം നാം നിർബന്ധമായും കണ്ടെത്തുക. മുഹമ്മദ് ബിൻ നസ്ർ അൽ മർവസി റഹിമഹുല്ലാഹ് തഅലീമു ഖദ്രി സ്വലാ എന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നതായി കാണാം, പരിശുദ്ധമായ ഖുർആനിനോടുള്ള ബഹുമാനത്തിൽപ്പെട്ടതാണ് അള്ളാഹു നിന്നോട് എന്ത് പറഞ്ഞു എന്നുള്ളത് നീ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കൽ. നിന്നോട് എന്താണ് നിന്റെ റബ്ബ് പറയുന്നത്? അത് നിനക്കറിയണമെങ്കിൽ ഇത് നീ പഠിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠിക്കാൻ ചുരുങ്ങിയ സമയങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം മാറ്റിവെക്കുക. ഖുർആൻ ഓതുക, ഖുർആൻ കേൾക്കുക, പരിശുദ്ധമായ ഖുർആൻ പഠിക്കുക. നാലാമത്തെ കാര്യം, ഖുർആൻ മനഃപ്പാഠമാക്കാൻ സാധിക്കുന്നവർ മനഃപ്പാഠമാക്കുക. മനഃപ്പാഠമാക്കാൻ സാധിക്കുന്നവർ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും
നിങ്ങൾ പഠിക്കുക. ഇമാം ബുഖാരി പറഞ്ഞതുപോലെ തഅല്ലമ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിബാറ, പ്രവാചകന്റെ സഹാബികൾ ദീൻ പഠിച്ചത് അവർ വലുതായിട്ടാണ്. അതുകൊണ്ട് പ്രായം നമുക്ക് തടസ്സമല്ല. എന്റെ സഹോദരങ്ങൾ, ഖുർആൻ മനഃപാഠമാക്കാൻ ഒരു സമയം കണ്ടെത്തുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മാഹിറു ബിൽ ഖുർആൻ മഅസ് സഫറത്തിൽ കിറാമിൽ ബററ, പരിശുദ്ധമായ ഖുർആനുമായി നല്ല ബന്ധം സ്ഥാപിച്ചവർ, നല്ല ബന്ധമുള്ളവർ. ഹാഫിദ് അൻ-നവവി അതിനെ വിശദീകരിച്ച് പറയുന്നു, അഥവാ ഖുർആൻ മനഃപാഠമാക്കിയവർ അവരുടെ സ്ഥാനം എന്താണ്? മഅസ് സഫറത്തിൽ കിറാമിൽ ബററ, അവർ മലായികത്തുകളുടെ കൂടെയായിരിക്കും. പരലോകത്ത് അവരുടെ സ്ഥാനം മലായികത്തുകളുടെ കൂടെയായിരിക്കും. ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഇക്മാലുൽ മുഅല്ലിമിൽ പറയുന്നതായി കാണാം, മലായികത്തുകൾ അല്ലാഹുവിന്റെ സന്ദേശങ്ങൾ പ്രവാചകന്മാരിലേക്ക് എത്തിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സംസാരം ജനങ്ങൾക്കിടയിലേക്ക് പകർന്നു നൽകുന്നവരാണ് പരിശുദ്ധ ഖുർആനിന്റെ വക്താക്കൾ. അതുകൊണ്ട് അവരുടെ സ്ഥാനം മലായികത്തുകളുടെ കൂടെയായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം. തീർന്നില്ല, പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവർ. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഖാലു ലിസാഹിബിൽ ഖുർആൻ, ഖുർആൻ പഠിച്ചവരോട് പറയപ്പെടും, ഹാഫിളായ ആളുകളോട് പറയപ്പെടും, ഇഖ്റ, നീ ഖുർആൻ പാരായണം ചെയ്യുക. സ്വർഗ്ഗത്തിൽ അവനോട് പറയും, നീ ഓതുക. വർതഖി, നിന്റെ സ്ഥാനം ഉയർന്നുകൊണ്ടേയിരിക്കും. വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയ, നീ നിന്റെ ദുനിയാവിൽ ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തിയതുപോലെ, അന്ന് നീ പാരായണം ചെയ്തതുപോലെ ഇന്നിതാ സ്വർഗ്ഗത്തിൽ വെച്ച് നീ ഓതുക. ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ, നീ അവസാനം ഓതി നിർത്തുന്ന ആയത്ത് ഏതാണോ അവിടെയായിരിക്കും നിന്റെ സ്ഥാനമെന്ന് ഖുർആൻ പഠിച്ചവരോട് പറയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു ജുസ് മനഃപാഠമാക്കിയവനും 30 ജുസ് മനഃപാഠമാക്കിയവനും ഓരോരോ ആയത്തിനനുസരിച്ച് അവരുടെ ദറജകൾ ഉയരുമെന്ന് പറയുമ്പോൾ രണ്ടുപേരും തമ്മിൽ എത്ര വലിയ അന്തരമുണ്ടാകും. അതുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ മരിച്ച ശേഷം റബ്ബിന്റെ മുന്നിൽ ഉന്നതമായ സ്ഥാനം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ, ഖുർആൻ പഠിക്കാൻ ഒരു സമയം പ്രിയപ്പെട്ടവരെ നാം കണ്ടെത്തുക. നമുക്ക് ചില ആളുകൾ പറയും, എത്ര പഠിച്ചാലും നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എത്ര പരിശ്രമിച്ചാലും ബുദ്ധിമുട്ടുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലദീ യഖറഉൽ ഖുർആൻ വയതതഅതഉ ഫീഹി വഹുവ അലൈഹി ഷാഖുൻ, ചില ആളുകൾ ഖുർആൻ ഓതുമ്പോൾ തപ്പിത്തടയും. അവർക്ക് ശരിയായ രൂപത്തിൽ ഓതാൻ സാധിക്കണമെന്നില്ല, അവരുടെ നാവ് വഴങ്ങണമെന്നില്ല. ഒരുപക്ഷെ വലിയ പ്രായം കാരണത്താൽ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഹുവ ഷാഖുൻ, അവന് പ്രയാസമുണ്ട്, തപ്പിത്തടയുന്നുണ്ട്, എന്നാൽ ഫലഹു അജ്റാൻ, മറ്റുള്ളവരെക്കാളും അവന് പ്രതിഫലം അധികമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ്, സന്തോഷ വാർത്ത നൽകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം അതൊരു കാരണവശാലും നാം ഒഴിവാക്കാൻ പാടില്ല. നാളെ പരലോകത്ത് നമുക്ക് ശുപാർശകനായി ഈ ഖുർആൻ വരണമെന്ന് നാം ആഗ്രഹിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഖുർആനുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിനിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി വബഅദ്. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനുമായുള്ള ഈ ബന്ധം അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് നൽകുന്ന ഏതാനും സ്ഥാനങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്രകാരം പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവർക്ക് അവരെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന സുന്ദരമായ ചില നിമിഷങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ബുറൈദത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഖാലു ലിസാഹിബിൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിച്ചവരെ കുറിച്ച് പറഞ്ഞു, വയുദഉ അലാ റഅസിഹി താജുൽ വഖാർ, പരലോകത്തെത്തിയാൽ ചില ആളുകൾക്ക്, ഖുർആൻ പഠിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കിരീടം വെച്ച് നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമുക്കൊരു കിരീടം നൽകും പരലോകത്ത് വെച്ച്, ഖുർആൻ പഠിച്ചവർക്ക്, ഖുർആൻ മനഃപാഠമാക്കിയവർക്ക്. തീർന്നില്ല, വയുക്സാ വാലിദാഹു ഹുല്ലതൈൻ ലാ യുഖവ്വമു ലഹുമാ അഹ്ലുദ് ദുനിയ, ഈ ദുനിയാവിലുള്ള സകല സമ്പാദ്യങ്ങളോടും അതിനേക്കാളും കവച്ചു വെക്കുന്ന 2 വസ്ത്രങ്ങൾ ഖുർആൻ പഠിച്ചവരുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ വെച്ച് നൽകും. ഫയഖൂലാൻ, ഈ ഉമ്മയും വാപ്പയും പരലോകത്ത് വെച്ച് റബ്ബിനോട് ചോദിക്കും, അല്ലാഹുവിനോട് അല്ലെങ്കിൽ മലായികത്തുകളോട് ചോദിക്കും, ബിമ ഖുസീന ഹാദി, അല്ലാഹുവേ, ഈ ഇത്രയും വിലപിടിപ്പുള്ള, ഇത്രയും മഹത്വമുള്ള ഈ വസ്ത്രങ്ങൾ നമുക്ക് നൽകാൻ എന്താണ് അതിന് കാരണം? അവിടുന്ന് മറുപടി പറയപ്പെടും, ബി അഖ്ദി വലദികുൽ ഖുർആൻ, നിങ്ങളുടെ സന്താനങ്ങളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചത് കാരണത്താൽ. ഇന്ന് ചില ആളുകളെ നിങ്ങൾ കാണുന്നുണ്ടാകാം,
വലിയ വലിയ യൂണിവേഴ്സിറ്റികളും മറ്റും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ അവിടെ ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന മാതാപിതാക്കളൊക്കെ പറയും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നൊരു ദിവസം വലിയ സന്തോഷമുള്ള ദിവസമാണിതെന്ന് പറയും. പ്രത്യേകിച്ച് ആ പരിപാടികളൊക്കെ നടത്തപ്പെടുന്നത് വലിയ വലിയ ആളുകളുടെ സന്നിധിയിലാണെങ്കിൽ ഈ ആളുകൾ പറയും, എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച എന്റെ ആഗ്രഹം ഇതാ ഇന്ന് സഫലമായിരിക്കുകയാണ്, എന്റെ മകൻ ഇത്രയും വലിയ സ്ഥാനം നേടിയിരിക്കുകയാണെന്നൊക്കെ ഭൗതികമായ കാര്യങ്ങളിൽ നാം പറയാറുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് ലഭിക്കപ്പെടുന്നത് അതിനേക്കാളും ഉന്നതമായ സ്ഥാനം. അത് നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സകല സൃഷ്ടികളുടെ മുന്നിൽ വെച്ച് ആദം അലൈഹിസ്സലാം മുതൽ അവസാന നാൾ വരെ സ്വർഗാവകാശികൾ ആരൊക്കെയുണ്ടോ ആ സ്വർഗത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉന്നതമായ സ്ഥാനം നൽകുകയും അവരോട് പറയുകയും ചെയ്യും, നിന്റെ മക്കൾ ഖുർആൻ പഠിച്ചത് കാരണത്താലാണ് നിനക്ക് ഈ സ്ഥാനം എന്ന് അവരോട് പറയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹാഫിദ് ഇബ്നു കസീർ സ്വീകാര്യമാണെന്ന് പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, ജനങ്ങളെ നിങ്ങൾ ഖുർആൻ ഓതുക, ഫഇന്നഹു നിഅമ ശഫീഉ യൗമൽ ഖിയാമ, പരലോകത്ത് എത്ര നല്ല ശുപാർശകനാണത്. ഇന്നഹു യഖൂലു യൗമൽ ഖിയാമ, പരലോകത്ത് അല്ലാഹുവിന്റെ മുന്നിൽ വെച്ച് ഖുർആൻ പറയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മുസ്ലിമീങ്ങളെ, നിങ്ങളിത് കേൾക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ വസിയ്യത്താണ്, അവിടുന്ന് നിങ്ങളോട് പറയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖുർആൻ പഠിച്ചവരോട് പരലോകത്ത് വെച്ച് ഖുർആൻ അല്ലാഹുവിനോട് പറയും, യാ റബ്ബിഹി ഹല്ലിഹി ഹല്യതൽ കറാമ, അല്ലാഹുവേ ബഹുമാനത്തിന്റെ വസ്ത്രം ഇയാൾക്ക് നീ ധരിപ്പിച്ചു നൽകണം. ഫയുഹല്ല ഹല്യതുൽ കറാമ, അയാൾക്ക് നല്ല വസ്ത്രം അവിടെ ധരിക്കപ്പെടും. ശേഷം ഖുർആൻ അല്ലാഹുവിനോട് ആവശ്യപ്പെടും, യാ റബ്ബി ഉഖ്സുഹു കിസ്വതൽ കറാമ, അല്ലാഹുവേ നല്ല വസ്ത്രം ഈ വ്യക്തിക്ക് ഇനിയും നീ നൽകണം. ഫയുഖ്സ കിസ്വതൽ കറാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വസ്ത്രം ആ വ്യക്തിക്ക് നൽകും. ശേഷം ആ ഖുർആൻ അല്ലാഹുവിനോട് പറയും, യാ റബ്ബ് അൽബിസ്ഹു താജൽ കറാമ, അയാൾക്ക് നീ ഒരു കിരീടം നൽകണം. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അവസാനം പറയുന്ന വാക്ക്, അവസാനം ഖുർആൻ അല്ലാഹുവിനോട് പറയും, യാ റബ്ബ് ഇർള അൻ, അല്ലാഹുവേ ഇതൊക്കെ നീ നൽകി, ഇനി ആ വ്യക്തിക്ക് നീ നിന്റെ തൃപ്തി നൽകണം, ആ വ്യക്തിക്ക് നിന്റെ തൃപ്തി നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫലൈസ ബഅദ റിളാക ഷൈ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റബ്ബിന്റെ തൃപ്തി ലഭിച്ചാൽ അതിനേക്കാളും വലുത് മറ്റെന്ത് ലഭിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രയും വലിയ മഹത്വം ഖുർആൻ പഠിച്ചവർക്കുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസ് സിറാജിൽ അബുൽ അബ്ബാസ് അസ്സഖഫി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. ഇമാം ദാരിമി റഹിമഹുല്ലാഹ് ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനുമായി നല്ലൊരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ, ഖുർആനിന്റെ വക്താക്കളാകാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കുക. അവർ ഖുർആൻ പഠിച്ചാൽ ഈ ഭൂമിയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വലിയ ശമ്പളങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കണമെന്നില്ല, വലിയ സമ്പാദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാക്കി തരാൻ അവർക്ക് സാധിക്കണമെന്നില്ല. പക്ഷേ ലോകർ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു വസ്ത്രം നൽകാൻ, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ വെച്ച് ഉന്നതമായ സ്ഥാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ ആ മക്കൾ കാരണമായി തീരും. അതുകൊണ്ട് മക്കളെ ഖുർആൻ പഠിപ്പിക്കുക, മക്കൾക്ക് അള്ളാഹുവിന്റെ കലാമ് പഠിപ്പിച്ചു കൊടുക്കുക. ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് ഉയരാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകൂടത്തിൽ ഒരു സംഭവം നടന്നത് പറഞ്ഞുകൂടി നിർത്താം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം അദ്ദേഹം ഒരു പ്രദേശത്ത് ഒരു ഭരണാധികാരിയെ നിശ്ചയിച്ചു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു യാത്രക്കിടയെ ഈ ഭരണാധികാരിയെ അസ്ഫാനിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. അദ്ദേഹത്തോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇന്ന പ്രദേശത്തിന്റെ ഉത്തരവാദിത്തമല്ലേ ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചത്? അവിടെ നിൽക്കാതെ നിങ്ങൾ ഈ രാജ്യത്ത്, ഈ പ്രദേശത്ത് എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ എനിക്ക് പകരമായി ഒരാളെ താൽക്കാലികമായി ഏൽപ്പിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരെയാണ് താങ്കൾ ഏൽപ്പിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഇബ്നു അബ്സ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻ ഇബ്നു അബ്സ ആരാണ്? എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. മഹാനായ താബിഈ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മൗലൻ മിൻ മവാലീന, അദ്ദേഹം ഒരു അടിമയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഒരു പ്രദേശത്തിന്റെ ഭരണകാര്യം നോക്കാൻ ഒരു അടിമയാണോ താങ്കൾ ഏൽപ്പിച്ചിരിക്കുന്നത്? ഇസ്തഖ്ലഫ്തൽ മൗല. മഹാനായ ഉമറിനോട് ആ വ്യക്തി തിരിച്ചു പറഞ്ഞു, ഇന്നഹു ഹാഫിദുൽ ലികിതാബില്ലാഹ്, അദ്ദേഹം അടിമയാണെങ്കിലും അദ്ദേഹം അല്ലാഹുവിന്റെ ഖുർആൻ മനഃപ്പാഠമാക്കിയവനാണ്. അദ്ദേഹത്തിന് ഖുർആൻ അറിയാം. അതായിരുന്നു ആ കാലഘട്ടത്തിലുള്ള സർട്ടിഫിക്കറ്റ്. അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം ഖുർആൻ പഠിച്ചവനാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഓരോരുത്തരും
മരിക്കുമെന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ ഉമറിന്റെ ഈ വാക്ക് മനസ്സിൽ കൊണ്ട് നടക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകൻ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ ഖുർആനിന്റെ വിഷയത്തിൽ ജനങ്ങൾ രണ്ടു കൂട്ടരായിരിക്കും. ഒരു വിഭാഗം ജനങ്ങൾ ഖുർആൻ അവരെ ഉയർത്തിയവരാണ്, മറ്റൊരു വിഭാഗം ജനങ്ങൾ ഖുർആൻ അവരെ ഇകഴ്ത്തിയവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നാളെ മരിച്ചു കഴിഞ്ഞാൽ നാം ഇന്ന് ജീവിക്കുന്ന ഈ ജീവിതം വെച്ചുകൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഖുർആൻ നമുക്ക് വേണ്ടി ഖുർആൻ ഉയർത്തിയ വിഭാഗത്തിലാണോ നാം ഓരോരുത്തരും ഉൾപ്പെടുക? അതല്ല, ഖുർആൻ നമുക്കെതിരിൽ സാക്ഷി പറയുന്ന വിഭാഗത്തിലാണോ നാം ഉൾപ്പെടുക എന്നുള്ളത് നാം ഓരോരുത്തരും ഗൗരവമായി ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ വക്താക്കളായി ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പരലോകത്തെത്തിയാൽ ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്. നാളെ ജനങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടുമ്പോൾ ചില ആളുകളെ അള്ളാഹു പ്രത്യേകമായി വിളിക്കും. അവരാരാണ്? ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്, അള്ളാഹുവിന് വേണ്ടപ്പെട്ടവർ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവർ. സഹാബികൾക്ക് കേട്ടപ്പോൾ വലിയ സമാധാനമായി. അവർ ചോദിച്ചു പ്രവാചകരോട്, മൻഹും യാ റസൂലല്ലാഹ്, അതാരാണ്? എന്തിനാ സഹാബികൾ ചോദിക്കുന്നത്? നമ്മൾ ഇന്ന് പലരും ചെയ്യുന്നത് പോലെ അത് കേട്ട് അവിടെ മനസ്സിലാക്കാൻ മാത്രമല്ല, അതനുസരിച്ച് അമൽ ചെയ്യാൻ അവർക്ക് തിരക്കായി. സഹാബികൾ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അവരാരാണെന്ന് പറഞ്ഞു തന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ വക്താക്കൾ, ഖുർആനിന്റെ ആളുകൾ, അവർ ഖുർആനിന്റെ വക്താക്കളാണ്. ഹും അഹ്ലുല്ലാഹി വ ഖാസ്സതുഹു, അവർ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ റബ്ബിന്റെ പ്രിയപ്പെട്ടവരായി അള്ളാഹുവിന്റെ മുന്നിലേക്ക് നമുക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഖുർആൻ അത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ഉസ്മാൻ പറഞ്ഞതുപോലെ റളിയല്ലാഹു അൻഹു, ഖുർആൻ നോക്കാത്ത ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഖുർആനുമായുള്ള ബന്ധം അത് ജീവിതത്തിൽ ഊട്ടിയുറപ്പിക്കുക, ഖുർആൻ ഓതുക, ഖുർആൻ കേൾക്കുക, ഖുർആൻ പഠിക്കുക, ഖുർആൻ മക്കളെ പഠിപ്പിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഖുർആനിന്റെ വാഹകരാവുക. അല്ലാഹുവിന് വേണ്ടി യസീദ് ഇബ്നു ഹാറൂൻ ശുഅബയെ കുറിച്ച് പറഞ്ഞതുപോലെ, ലൗലാ അന്ന ശുഅബത അറാദല്ലാഹ് മർതഫഅ ഹകദാ, ശുഅബത്ത് ഇബ്നുൽ ഹജ്ജാജ് അല്ലാഹുവിന് വേണ്ടി പരിശ്രമിച്ചപ്പോൾ അദ്ദേഹം ഉയർന്ന ഉയർച്ച നിസാരമായിരുന്നില്ല. ഷാഫിഈ റഹിമഹുല്ലാഹ് ശുഅബയെ കുറിച്ച് പറഞ്ഞു, ശുഅബക്ക് ജീവിതത്തിൽ ഈ ജീവിതം കാരണം സ്വർഗ്ഗത്തിൽ ലഭിക്കുന്ന സ്ഥാനങ്ങൾ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഖുർആനിന് വേണ്ടി പണിയെടുക്കാൻ, ഖുർആനിന്റെ വക്താക്കളാകാൻ പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم تقبل منا عباداتنا، اللهم تقبل منا عباداتنا. اللهم من أرادنا وأراد مقدساتنا بسوء فأشغله بنفسه واجعل تدبيره تدميرا عليه يا رب العالمين. اللهم احفظ إخواننا في كل مكان، اللهم احفظ إخواننا في كل مكان، اللهم احفظ إخواننا في كل مكان. صلى الله على محمد وعلى آله وصحبه أجمعين.